അറ്റ് എ ടൈം ഇത്ര സീരിയൽസ് അല്ലെങ്കിൽ സിനിമകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയണത്. 9 സീരിയൽ ചെയ്യണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ സിനിമയും ചെയ്തോണ്ടിരിക്കും. ഇതൊക്കെ എങ്ങനെ എവിടെ എങ്ങനെ ഓടി ഇടയ്ക്ക് എത്തി? ഡേറ്റ് പ്രശ്നവും എല്ലാം കൂടി തമ്മിൽ. ആ ഒരിടത്ത് ഇതാവും ശരിയാ. ആ ഡേറ്റ് പ്രശ്നമായിട്ട് പിന്നെ അവസാനം BP അടിച്ച് ഹോസ്പിറ്റലിൽ പോയി. ഒരു കിട്ടിയ പൈസ കുറെ പൈസ ഹോസ്പിറ്റലിൽ ഒറ്റടിക്ക് കൊടുത്തോട്ട് പോരും. ICUലൊക്കെ ആയിട്ടുണ്ട്. ആണോ? ആ BP അടിച്ച് ഈ 2-3 issue പ്രാവശ്യം ആലോചിച്ചിട്ട് ഡേറ്റ് കൊടുക്കാൻ ഡേറ്റ് പറ്റാത്ത കൊടുക്കാം. ഡേറ്റിന്റെ പ്രശ്നം ഇത് കൺഫ്യൂഷൻ ആവും. ക്ലാഷ് ആവാണ് എല്ലാം കൂടെ അങ്ങോട്ട് ക്ലാഷ് ആയിട്ട് അവസാനം ഒരാൾക്കും ഡേറ്റ് കൊടുക്കാൻ പറ്റൂല അവസാനം. സീരിയലാണ് സംഭവം എങ്കിൽ പോലും സിനിമയാണെങ്കിൽ ഒന്നും പറ്റില്ല. കാരണം അവർ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റിലായിരിക്കുമല്ലോ അത് ഫിക്സ് ചെയ്തത്. അതെ. സീരിയലിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്കിൽ പോലും അവർക്ക് കഥ മാറ്റിയൊക്കെ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സീരിയലാണ് സംഭവം. സീരിയലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പുറത്ത് മാറ്റി എഴുതി വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. എങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് BP അടിക്കും. എന്നിട്ട് പോയി ഒരു ICUവിൽ 1-2 ദിവസം മാന്യമായിട്ട് കിടന്ന് ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ എത്ര തവണ പോയി ഹോസ്പിറ്റലിൽ? MAJ ഹോസ്പിറ്റലിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. മെഡിക്കൽ ട്രസ്റ്റിൽ മെഡിക്കൽ സെൻറ്ററിൽ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറെ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട്. അതേപോലെ പലപ്പോഴും പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും വീണ്ടും അടുത്ത സീരിയൽ വരുമ്പോഴും വീണ്ടും ഡേറ്റ് കമ്മിറ്റി കൊടുക്കും. കാരണം ഒരു വർക്കും വീടില്ലായിരുന്നു. കാരണം എനിക്ക് വീട് വെക്കണ വീടിന്റെ പണി അടക്കായിരുന്നേ. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു ഈ വീട് പണി നടക്കുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ. അതിന് മുന്നേ ഒന്നും അങ്ങനെ ഞാനത് ഭഗവാന്റെ അനുഗ്രഹമായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ ടൈമിൽ എനിക്ക് അത്രയും സീരിയൽ വന്നത് എനിക്ക് അതുകൊണ്ട് ആ പണി എനിക്ക് വലിയ കടമൊന്നും ഇല്ലാണ്ട് വീട് വെക്കാൻ പറ്റും. ചേച്ചിയുടെ പ്രാർത്ഥന, ചേച്ചി വലിയൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ്. ചേച്ചിയുടെ കൃഷ്ണ ഭഗവാനെ ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടുന്ന് വിളി കേട്ടപ്പോൾ ചേച്ചിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട്. അപ്പോൾ ഒരുമിച്ച് കുറേ വർക്കുകൾ ചേച്ചിക്ക് തന്നതാണ് വീടെന്ന് പറഞ്ഞ് സ്വപ്നം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സത്യം. അത് ഇത്രയധികമൊക്കെ വർക്കുകൾ ഒരുമിച്ച് ചെയ്തപ്പോൾ എവിടേക്കോ ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്കൊന്ന് വന്നതാണ് BP ഒക്കെ കൂടാനുള്ള കാരണം. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് വെക്കാൻ പറ്റും. ഞാൻ റെസ്റ്റ് എടുക്കൂലായിരുന്നു ആ ടൈമില്. വീട്ടിൽ മക്കളൊക്കെ എന്നെ ഈ മാവേലി പറഞ്ഞ പോലെ ഇരുന്ന് എന്നെ കാണും ആ ടൈമില്. അമ്മ ഒന്നെന്ന് പറയാം എന്താന്ന് വെച്ചാല് എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പോകുമെന്നറിയാം. വന്ന് കയറി പെട്ടിയും പാക്ക് ചെയ്ത് അടുത്ത സെറ്റിൽ പോകുന്നറിയാം. അപ്പൊ അത് കുറച്ച് വർഷം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ആ വീട് പണി തീർക്കണമല്ലോ അങ്ങനെയല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷം അങ്ങനെ അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഈ ഷൂട്ടും കാര്യങ്ങളും എല്ലാം അപ്പൊ ചേച്ചിക്ക് തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു? കൂടുതലും തിരുവനന്തപുരം തന്നെയായിരുന്നു. അപ്പൊ ആ യാത്രയും കൂടെ വരുമായിരുന്നു എറണാകുളത്ത് നിന്ന്? പിന്നെ ഉണ്ടായിരുന്നു ഒരു സീരിയൽ വടകര ഉണ്ടായിരുന്നു. പിന്നെ 2 സീരിയൽ ഒന്നോ രണ്ടോ സീരിയൽ ചാലക്കുടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ എറണാകുളത്ത് പറഞ്ഞുണ്ടായിരുന്നു. വടകര, ചാലക്കുടി, എറണാകുളം, തിരുവനന്തപുരം. ഇങ്ങനെയുള്ള യാത്രയും ഓരോ സെറ്റും. അതാ. പക്ഷെ അന്ന് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ഏജ് അല്ലേ. ഇതെല്ലാം പറ്റുമായിരുന്നു. ഇപ്പൊ പറ്റൂല. ഇപ്പൊ പറ്റില്ല തോന്നുന്നല്ലേ ചേച്ചി? ഒരേ സമയത്ത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പോലത്തെ 2-3 കഥാപാത്രങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിക്ക് ചെയ്യാൻ തോന്നും. ചേച്ചി ചെയ്യും. ഇപ്പൊ എന്റെ മനസ്സൊക്കെ പോയടോ. മനസ്സൊക്കെ എൻ്റെ ഞാൻ പിടിച്ചെടുത്ത് നിൽക്കുന്നൊന്നുമില്ല. അതൊക്കെ വരും ചേച്ചി. നമുക്ക് നല്ലൊരു കൗൺസിലിംഗ്, ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പൊ കൗൺസിലിംഗ് 2 മാസം ചെയ്തിട്ട് ഞാൻ ഓക്കെ ആയിട്ടില്ല. വരും. അങ്ങനെയൊക്കെ സ്വിച്ച് ഇട്ട് പോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഇതാവാൻ കിട്ടില്ല ചേച്ചി. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുക. കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് വിൽ വർക്ക്. അതിൽ മാജിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് കിട്ടുക. നമുക്കെല്ലാം പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇന്ന് തന്നെ പോയിട്ട് അടുത്ത ആഴ്ച എനിക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് പോകുന്നത്. കുറച്ച് സമയം നമ്മുടെ മനസ്സ് ശരിയാവാനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളോടെ ചേച്ചിക്ക് ശരിക്കും യു ക്യാൻ മേക്ക് വണ്ടേഴ്സ്. ഇനിയും വെക്കാം ചേച്ചിക്ക്. അല്ല, ഞാൻ പറഞ്ഞത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം, നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ചേച്ചി കുറെ ചെയ്തിട്ടുണ്ടല്ലോ. റിയൽ എസ്റ്റേറ്റിന്റെ കുക്കറി വെയറോ അല്ല ടപ്പർ വെയറിന്റെ അത് നല്ലതാണ് കേട്ടോ. അതൊക്കെ ചേച്ചി എപ്പോഴും ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണോ? ഭയങ്കരമായിട്ട് ബിസി ആവുന്നതിന് മുന്നെയാണ്. തുടങ്ങിയ കാലഘട്ടത്തിൽ ഈവന്റ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അത് മറ്റേ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയാ, നമ്മുടെ കോർപ്പറേഷന് വേണ്ടിയിട്ടും ടൂറിസത്തിന് വേണ്ടിയിട്ടും ഓരോ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ട് അത് ഞാൻ ആദ്യമായിട്ട് ചെയ്തതാ. രണ്ടും ഭയങ്കര സക്സസ് ആയിരുന്നു. അതൊക്കെ ചെയ്തത് അതോ കൂടെ ഇല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവരിവിടെ ഉള്ളതല്ല, അവര് കണ്ണൂരുള്ളതായിരുന്നു.
അപ്പോൾ അവർക്ക് നമ്മൾ ഇതെല്ലാം ഞാൻ എന്ന് വെച്ചാൽ ഈ കുറച്ച് ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ, ക്ലാസിക്കൽ ഡാൻസറൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ടൂറിസം എന്നൊക്കെ പറയുമ്പോൾ കലാപരമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ അവിടെ വരും. അവിടെ കൂടുതലും നമ്മൾ ഇങ്ങനത്തെ നാടൻ കലകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ കൂടുതലുണ്ട്. ഭരതനാട്യം, പിന്നെ അല്ലെങ്കിൽ എന്താ പറയാ, മോഹിനിയാട്ടം, കളരിപ്പയറ്റ്, ഓട്ടംതുള്ളൽ, പിന്നെ ഇത് തെയ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അതില്. കണ്ണൂരിൽ നിന്ന് തെയ്യമൊക്കെ കൊണ്ടുവന്നു. കാരണം അവര് കണ്ണൂരായതുകൊണ്ട് അവിടുന്ന് തെയ്യം, കാരണം ഇവിടുന്ന് തെയ്യം, കഥകളി, കളരിപ്പയറ്റ്, പിന്നെ കുറച്ച് ഈ മറ്റേ എന്താ പറയാ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, കുറെ നാടൻ പാട്ട്, പുള്ളുവൻ പാട്ട്, അങ്ങനത്തെ നമ്മുടെ നാടനായിട്ടുള്ള ശരിക്കും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ ചേച്ചി അതൊക്കെ നിർത്തിയത്? അല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അഭിനയിക്കാനായിട്ടൊക്കെ വിളിച്ചത്. കൂടി അഭിനയിക്കാനായിട്ടൊക്കെ വിളിച്ചത്. ഓ, സിനിമയിലൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ ഇതൊക്കെ വേണ്ടെന്ന് വെച്ചു. എനിക്ക് ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ. പക്ഷെ നമ്മൾ പിന്നെ ഇതിലങ്ങ് തിരക്കായി. പിന്നെ അവരോട് ചെയ്യാൻ പറഞ്ഞു. അവരിപ്പോഴും ചെയ്യേണ്ടത്. പക്ഷെ അവര് ആ പുള്ളിക്കാരൻ ഇപ്പോഴും ചെയ്യേണ്ടത്. ഇത്രയും തിരക്കായിട്ടൊന്നും അല്ല, ഇടയ്ക്കൊക്കെ ചെയ്യേണ്ടത് അവര്. പക്ഷെ ഡാൻസ് ക്ലാസ് ഒക്കെ കിട്ടും അവര്. ഞാൻ ക്ലാസ്സൊക്കെ ഇതിനൊപ്പം പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ അവര് എൻ്റെ അത് ക്ലാസ്, ഡാൻസ് ക്ലാസ്, മ്യൂസിക് ക്ലാസ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു.